ഒരുവന്റെ മേലെ യജ്മഅ രണ്ട് ഭാര്യയെ ഒരു പെണ്ണിനെ കെട്ടിയാലേ ഇനി ഏത് പെണ്ണിനെ കെട്ടിക്കൂടാ കുടുംബത്തിലെ 4 പേരെ കെട്ടാമല്ലോ. ഇനി ആ പെണ്ണിന്റെ കുടുംബത്തിൽ നിന്ന് ആരെയൊക്കെ നമുക്ക് കെട്ടിക്കൂടാന്ന മനസ്സിലായില്ല. ആ പെണ്ണിനെ കെട്ടിയ യജ്മഅ ബൈനൽ മർഅത്തി വ ഉഖ്തിഹ, ഒരു പെണ്ണിന്റെയും അവരുടെ സഹോദരിയുടെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടാൻ പറ്റില്ല. ചേട്ടത്തി അനിയത്തിയും കൂടെ കെട്ടാൻ പറ്റില്ല എന്ന് ഒറ്റ അവസരത്തിൽ. ചേട്ടത്തി മരിച്ചുപോയി എന്നാ കെട്ടാം, അല്ലെങ്കിൽ ചേട്ടത്തി തലാഖല്ലേ എന്നാ കെട്ടാം, അനിയത്തി കെട്ടിക്കും. ഔ അമ്മത്തിഹ, അല്ലെങ്കിൽ അവളുടെ അമ്മായി അമ്മ, ആ പെണ്ണിന്റെ വാപ്പാടെ പെങ്ങള്, അമ്മായി എന്നല്ലേ പറയാം നിങ്ങൾ. ഔ ഖാലത്തിഹ, അല്ലെങ്കിൽ അപ്പച്ചീന, എന്തു ചെയ്യുന്ന. ഔ ഖാലത്തി, നീ പറയുന്ന അപ്പച്ചീന. ഔ ഖാലത്തിഹ, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ മാതൃ സഹോദരി. പെണ്ണിന്റെ കൊച്ചുമ്മ മൂത്തുമ്മമാരും പറ്റില്ല, ആ പെണ്ണിന്റെ അമ്മായിമാരും അപ്പച്ചിമാരും പറ്റില്ല. കണ്ടാ. വൈൻ തസവ്വജ ഇംറഅത്തൻ, കണ്ടാ, ഇനി ഒരുത്തൻ പെണ്ണ് കിട്ടി. ഞാൻ അറിയാതെ തന്നെ എന്റെ നിക്കാഹ് പോകുന്നൊരു പോലെ പറയുന്നത്. ഞാൻ അറിയാതെ തന്നെ എന്റെ നിക്കാഹ് എന്താവും, പോവും. മനസ്സിലായില്ല. ഞാനൊരു പെണ്ണ് കിട്ടിയപ്പോ നോക്കുമ്പോ എന്ത് ചെയ്യും, തുമ്മ വത്തി അഹാ ബൂഹു, അവന്റെ വാപ്പ പെണ്ണിനെ ചവിട്ടി. മനസ്സിലായില്ല. അല്ലെങ്കിൽ വിപിനുഹു, ആ ചെറുക്കന്റെ ആ ഭർത്താവിന്റെ മകൻ ഈ പെണ്ണുമായിട്ട് എന്ത് ചെയ്തു, ബന്ധപ്പെട്ടു. ശുഭത്തെ അല്ല, ശുഭത്തോട് ബന്ധപ്പെട്ടാൽ തന്നെ പോവെങ്കിൽ പിന്നെ മനഃപൂർവ്വമായ പിന്നെ എന്തായാലും പോവല്ലോ, അറിയാതാണ്. എന്നാലും അല്ലെങ്കിൽ ഹുവ, അല്ലെങ്കിൽ ആ ഭർത്താവ് വത്ത് ചെയ്തു, ഉമ്മഹ, അവളുടെ അമ്മായിയെ. മനസ്സിലായോ. അല്ലെങ്കിൽ ഔ ബിന്ദഹ, ഭർത്താവ് വത്ത് ചെയ്തു അവളുടെ മകളെ. അത് ഇവന്റെ സുൽബിൽ നിന്നുള്ള മകളായാലും മറ്റേ മകളായാലും. എന്താ അപ്പൊ ഈ സൗജത്ത് മൗത്തുവത്തിന്റെ ഉമ്മയാവത്തില്ലേ. കണ്ടാ, അത് ബിശുബഹത്തിൻ, ശുഭത്തോടുകൂടെയാണ്, അല്ല ലാബി സിനല്ല. എന്നാ ഇൻഫസഖ നിക്കാഹുഹ, ഈ 4 കോലത്തിലും എന്തായി, അവ സിന ചെയ്താലും ശുഭത്തിന്റെ ഒത്തല്ല. പക്ഷെ ഞാൻ എന്റെ അമ്മായിയത്തള്ളയുമായിക്കൊണ്ട് എന്ത് ചെയ്തു, ശരീരം എന്ത് ചെയ്തു, അങ്ങനെ സിന, അവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല. എന്താവത്തില്ല, ബന്ധം പോവോ, ഇല്ല, തിരിഞ്ഞില്ല. ശുഭത്തെ നിലയിലാകുമ്പോഴാണ് അമ്മ വത്തുസിന ഫല ഹിർമത്ത, അതിന് ഇസ്ലാമിന് സ്ഥാനമില്ലല്ലോ. അതിന് ആ വെള്ളത്തിന് എന്തില്ല, ഇസ്ലാമിൽ എന്തില്ല, അതിന് ഹുർമത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പല തഹറൂം ബിഹി, സിന ചെയ്തുകൊണ്ട് ഞാനിപ്പോ എന്റെ മോളെ സിന ചെയ്തു, അല്ലാഹു കാക്കട്ടെ, എന്നപ്പോ എന്റെ പെണ്ണുങ്ങൾ എനിക്ക് ഹറാമാവോന്ന് വെച്ചാൽ ഇല്ല. തിരിഞ്ഞാ ഇൻഫസഖ നിക്കാഹുഹ, പിന്നെ വമൻ ഹറുമ, ഹറാമായി, വമൻ ഹറുമ ഒരു പെണ്ണ് ഹറുമ ഹറാമായി, മീൻ ദാലിക ഈ പറഞ്ഞവരിൽ നിന്നും, ബിന്നസ്ബി നസ്ബ് കൊണ്ട് ഹറാമാകുന്നവരൊക്കെ ഹറുമ ബിർറദാഇ, റദാ കൊണ്ട് ഹറാമാകും. അപ്പൊ ഞാനൊരു പെണ്ണിന്റെ പാല് കുടിച്ചാൽ ആ പെണ്ണിന്റെ ഉമ്മയായി, എനിക്ക് കെട്ടാൻ പറ്റില്ല. ആ പെണ്ണിന്റെ പെമ്മക്കളൊക്കെ എന്റെ സഹോദരിമാരായി, ആ പെണ്ണിന്റെ ഉമ്മയൊക്കെ ഉമ്മുമ്മയായി, ആ പെണ്ണിന്റെ അമ്മായിയും കൊച്ചുമ്മ മൂത്തുമ്മമാരൊക്കെ ഒന്നും പറ്റും, അതൊക്കെ ഹറാമാവും. ഈ പറഞ്ഞന്നെ ഉമ്മൻ ഹറുമ നിക്കാഹുവ മിമ്മൻ ദക്കർനാഹു, നമ്മൾ പറഞ്ഞവരിൽ നിന്നും നിക്കാഹ് ഹറാമായവർ ഹറുമ വത്തുക, അവരെ വത്തും ചെയ്യാൻ പറ്റില്ല. ബി മിൽക്കില്ല, മീൻ കയ്യവകാശം കൊടുത്തിട്ടും അടിമയായിട്ടും അടിച്ചിട്ടേ
പറ്റില്ല. ഒമൻ ഒരാൾ വത്തിയ അമത്തവും അമത്തിനെ വത്ത് ചെയ്തു സുമ്മത്തല്ല പിന്നെ അവൻ ഒമൻ ഒരാള് വത്തിയാവൻ ചവിട്ടി അമത്തവന്റെ അമത്തിനെ സുമ്മത്തല്ല പിന്നെ അവൻ പെണ്ണ് കെട്ടി അവൻ കെട്ടി ഉഖത്തഹ അവരുടെ ഉഖത്തിനെ അവ അമ്മത്താവ് ഖാലത്തഹാ എന്താ എന്നാ പിന്നെ ഈ നിക്കാഹ് ചെയ്യപ്പെട്ടവരൊക്കെ ഹലാലായി. നേരത്തെ മംലൂക്കത്തായ പെണ്ണുമായിട്ട് ഇനി ശാരീരിക ബന്ധം പറ്റില്ല എന്ന്. അടിമ പെണ്ണല്ലേ അത്, അടിമ പെണ്ണിന്റെ ഉഖത്തിനെ കെട്ടിയത്, പിന്നെ ഇപ്പൊ മറ്റൊരു ഉഖത്തായില്ലേ, രണ്ടിനോട് ഇടയിൽ വിളിച്ചുവിടാൻ പറ്റുമോ? അത് നേരത്തെ പറഞ്ഞില്ലേ പറ്റില്ല എന്ന്. ഇനി മുസ്ലിമിന്റെ മേൽ ഹറാമാകും മറ്റൊന്നിടാ നിക്കാഹുൽ മജൂസിയ, മജൂസിയായ പെണ്ണിനെ കെട്ടാൻ പാടില്ല. മജൂസിയത്ത് എന്ന് പറഞ്ഞാൽ തീ ആരാധകരായ ഏതാ ഇങ്കാനലകും സുബഹത്തു കിതാബിൻ എന്നകും ലമ്മ ബദ്ദലു റുഫിയ ഏടാ വൽ വസനിയത്തി വിഗ്രഹാരാധകനെയും കെട്ടാൻ പാടില്ല. വൽ മുർത്തദ്ദത്തി മതത്തിൽ നിന്നും പുറത്തുപോയ പെണ്ണിനെയും കെട്ടാൻ പാടില്ല. വമൻ ഒരാള് അഹദു അബവൈഹ അവളുടെ മാതാപിതാക്കുന്ന ഒരാള് കിതാബിയാണ് അല്ല ആഖിറു മജൂസിയാണ്, ശങ്കരമംഗലത്തിൽ വന്നതാണ്, ശങ്കരവർഗത്തിലെ പ്രസവിക്കപ്പെട്ട ആളാണെങ്കിൽ പറ്റണ്ട. വല്ല അമത്തുൽ കിതാബിയത്തു അതും എന്താണ് ഹറാമാകുന്നതാണ്. പിന്നെ വയഹറുമ അലൽ മുസ്ലിം എഴുതാൻ നിക്കാഹുൽ അമത്തുൽ കിതാബിയത്തി വജാരിയത്തു ബിനിഹി അവന്റെ മകന്റെ അടിമ പെണ്ണും വജാരിയത്തു നഫ്സിഹി അവന്റെ നഫ്സിന്റെ അവന്റെ അടിമ പെണ്ണും. ഈ കിതാബിയത്തില്ലേ നിക്കാഹു ജാരിയത്ത് ബിനിഹി വജാരിയത്തു നഫ്സിഹി എന്ന സൗജിയത്ത് വൽ മിൽക്കിയത്ത് മുത്തനാഫിയാനി കെട്ടാൻ പാടില്ലെന്നാ പറഞ്ഞ ജാരിയത്ത് നഫ്സിഹി വ മാലിക്കത്തുഹു അവന്റെ മാലിക്കത്തിനെ കെട്ടാൻ പാടില്ല, അവന്റെ മുതലാളിച്ചി. ലാക്കിൻ യജൂസ് ജായിസാകും വലാഉൽ അമത്തിൽ കിതാബിയത്തി ബി മിൽക്കിൽ യമീനി. വത്തൂന്നോ ജായിസാകും വത്തു കിതാബിയത്താ പറയുന്ന കെട്ടാം എങ്ങനെ മിൽക്കിൽ യമീൻ എന്താ കയ്യവകാശേ നമ്മൾ മേടിച്ച് പൈസ കൊടുത്ത് മേടിച്ചാണ് പെണ്ണിനെ. പിന്നെ വത്ത് ചെയ്യാൻ പറ്റും, കെട്ടാൻ പറ്റില്ല. വത്ത് എന്നാണോ അതിനകത്ത് തെറ്റ കിട്ടാൻ മതി.